ദൈവം ഇപ്പം ഇറങ്ങി വന്നിട്ട് നിനക്ക് എന്ത് വരദാനം വേണമെന്ന് ചോദിച്ചാൽ ഞാൻ ഒറ്റ കാര്യം പറയുള്ളൂ. ഒരൊറ്റ ദിവസം എനിക്ക് ജയിലിൽ പോകണം. ഒരൊറ്റ ദിവസം അവിടെ ഒന്നും അറിയാതെ ജനിച്ച് വീണ് ഒരു 1, 2, 3 പോട്ടെ, ഒരു 5 വയസ്സോ എത്ര വയസ്സാവട്ടെ, നിരപരാധികളായ കുഞ്ഞുങ്ങളെ സ്വന്തം ഇഷ്ടങ്ങൾക്ക് വേണ്ടിയിട്ട് കൊല്ലാൻ പോലും മടിയില്ലാതെ കൊന്ന് അവരെ പരലോകത്തേക്ക് അയച്ച കുറെ അച്ഛനമ്മമാരെ അതിനകത്ത് കിടപ്പുണ്ട്. വേറെ ആരെയും ഞാനിവിടെ നോക്കുന്നില്ല. അച്ഛനമ്മമാരെ മാത്രമല്ല ഞാൻ നോക്കുന്നത്, അതുപോലെ കുഞ്ഞു പിള്ളേരെ പീഡിപ്പിച്ച് അവരെ നശിപ്പിച്ച് ഇല്ലാതാക്കിയ കുറെ പ്രശ്നക്കാർ. ഇവരെ എനിക്ക് ഒരൊറ്റ ദിവസം കിട്ടണം. എനിക്കല്ല, എന്നെ പോലെയുള്ള സാധാരണ അമ്മമാർക്കും അച്ഛന്മാർക്കും ജനങ്ങൾക്ക്, നമ്മുടെ പൊതുജനങ്ങൾക്ക്, ഇന്ത്യയിൽ ജീവിക്കുന്ന പൊതുജനങ്ങൾക്ക് ഉള്ള ഒരൊറ്റ ആഗ്രഹമായിരിക്കാം എനിക്ക് തോന്നുന്നു. ഞങ്ങൾ ഈ കേരളം ഇപ്പോൾ ഈ 2-3 ദിവസമായിട്ട് തുടർച്ചയായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന, സോഷ്യൽ മീഡിയ തുറന്ന് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു നിഷ്കളങ്കമായിട്ടുള്ള ഒരു മുഖമുണ്ട്, അർഷിദ് മോൻ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് അവൻ്റെ വീഡിയോ എടുത്ത് നോക്കാറുണ്ട്. അപ്പോൾ ചുറ്റുമുള്ളവർ കാണുന്നിട്ട് ചോദിക്കുന്നത്, നിനക്ക് ഇത് കാണുന്തോറും എന്താണ്? എനിക്ക് കാണുന്തോറും എനിക്ക് കരയണോ? എനിക്ക് ആ വീഡിയോയിൽ കാണുന്ന അവനെ ആദ്യമായിട്ട് കാണുമ്പോൾ എനിക്ക് ചിരി വരും. എന്ന് വെച്ചാൽ ഒരു കുഞ്ഞു മുത്ത്. പക്ഷേ ആ നിരപരാധിക്ക്, ആ ഒരു വ്ളോഗർ എടുത്തൊരു വീഡിയോ ഉണ്ട്, ആ നിരപരാധിക്ക് ഒന്ന് ഒരു വാ തുറക്കുന്ന പറയാൻ, എന്നെ ഈ അമ്മ ഉപദ്രവിക്കുന്നുണ്ട്, എൻ്റെ അച്ഛൻ എന്നെ കൈ ഒടിച്ചു എന്നൊന്ന് പറയാൻ പോലും വാ തുറക്കാൻ പറ്റാത്ത ഒരു നിഷ്കളങ്ക മുഖം. കണ്ണ് നിറയുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ ഇതിലൊന്നും പ്രതീക്ഷിക്കുന്നില്ല. ഞാൻ ഒറ്റ ദിവസം എനിക്ക് ജയിലിൽ പോകണം. ഈ അപരാധികളെല്ലാം എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അതിനുള്ള വരദാനങ്ങൾ ചോദിക്കും. കാരണം നമ്മുടെ നിയമത്തിന് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഒരൊറ്റ കാര്യം നമ്മുടെ നിയമത്തിന്, നമ്മുടെ ഇന്ത്യയിൽ ഇങ്ങനെ ഒരു നിയമം ഉണ്ട് എന്നുള്ളത് പോലും പല ഭരണകർത്താക്കളും മറന്നു പോകുന്നുണ്ട്. അവരവരുടെ വീട്ടിൽ വന്നാൽ എന്താണ് എന്നുള്ള ഒരു ചിന്ത പോലും നമ്മുടെ നെടുമങ്ങാട് അർഷിദ് മോന്റെ ഈ കൊലപാതകത്തിൽ ഇത്രയും പ്രശ്നങ്ങൾ നടന്നപ്പോൾ നാട്ടുകാർ പറയുന്നുണ്ട്, ആ കൊച്ചിനെ ഇടയ്ക്കിടയ്ക്ക് കരച്ചിൽ കേൾക്കുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്, ഒടിക്കാറുണ്ട്. ഇത്രയും നാൾ എവിടെ പോയിരുന്നു നെടുമങ്ങാടുള്ള ജനങ്ങൾ? ഇത്രയും നേരം അവരുടെ അയൽവക്കക്കാർ എവിടെ പോയിരുന്നു? ഇടയ്ക്ക് ആ കുട്ടിയുടെ അമ്മ പോയി കേസ് കൊടുത്തു, മോനെ ഉപദ്രവിക്കാറുണ്ടെന്ന്. അന്ന് വീട്ടിൽ പോയി തെളിവെടുപ്പിന് പോയ പോലീസുകാർ എവിടെ പോയി? അന്ന് നേരെ വേണം ആ കുഞ്ഞിനെ ഒന്ന് നോക്കിയിരുന്നെങ്കിൽ, ആ കുഞ്ഞിന്റെ ശരീരഭാഗങ്ങളൊന്ന് നോക്കിയിരുന്നെങ്കിൽ എവിടെ പോയി? അന്നത്തെ പോലീസുകാർ എവിടെ പോയി? അതുപോലെ തന്നെ 2 കൈയൊടിഞ്ഞ് കൊണ്ടുപോയ കൊച്ചിനെ എങ്ങനെ പറ്റി, അല്ലാന്നുണ്ടെങ്കിൽ അതിന്റെ ശരീരഭാഗങ്ങൾ ഒന്ന് നോക്കാനുള്ള മിനിമം ഒരു എഡ്യൂക്കേഷൻ MBBS ഡോക്ടേഴ്സിന് ഇല്ലായിരുന്നോ? എവിടെ പോയി? അത് മരിച്ചു കിടക്കുമ്പോൾ അതിന്റെ കാൽപാദങ്ങളിൽ സിഗരറ്റ് കുറ്റികൾ കൊണ്ട് പൊള്ളിച്ച് വെച്ചിരിക്കുന്നത് കാണാൻ ഒരു ഡോക്ടർമാരൊന്നും ഇല്ലായിരുന്നോ? ഈ പോലീസും നിയമവും നാട്ടുകാരും ജനങ്ങളും എല്ലാം എപ്പോഴാണ് വരുന്നത്? ഞാൻ ഉൾപ്പെടെ, ഞാൻ എന്നെയും കൂടെ ചേർത്താ പറയുന്നത്. നമ്മൾ എപ്പോഴാണ് വരുന്നത്? ഒരു കുഞ്ഞു പിഞ്ച് ജീവൻ പൊലിഞ്ഞപ്പോൾ. ഇപ്പോൾ ഞാൻ ചുറ്റും കാണുന്നത്, വീഡിയോസ് കാണുന്നുണ്ട്. അതിലെനിക്കൊരു തെറ്റും പറയാൻ പറ്റത്തില്ല. കാരണം നമ്മൾ അറിയാത്ത, നമുക്കിപ്പോൾ ഓരോ സ്ഥലങ്ങളിലും ഈച്ച് ആൻഡ് എവരി കോർണർ എന്തൊക്കെ നടക്കുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല, നമുക്ക് അറിയാനും പറ്റത്തില്ല. പക്ഷെ അയൽവക്കക്കാർക്ക് അസ്വാഭാവികമായിട്ടുള്ള എന്ത് സൗണ്ട് കേട്ടാലും, കുഞ്ഞുങ്ങളുടെ സൗണ്ട് കേട്ടാലും അവരെ തിരിച്ചറിയാൻ, അവരെ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോകും. ഇനിയുള്ള ജനങ്ങളെങ്കിലും എന്താണ് അതിനകത്ത് നടക്കുന്നത്? സ്വന്തം അച്ഛനമ്മ പോലും വിശ്വസിക്കാൻ പറ്റാത്തൊരു കാലമായി മാറിയിട്ടുണ്ട് നമ്മുടെ ഈ സമൂഹം. അതുപോലെ തന്നെ ഞാനൊരു ഒറ്റ റിക്വസ്റ്റ് എല്ലാ പാരൻസിനോടും, ഞാനെന്നുള്ള അമ്മയോട് കൂടി ഞാൻ പറയാണ്. ഒരു കല്യാണം കഴിഞ്ഞു, അതിലൊരു കുഞ്ഞ് ജനിച്ചു, ഭർത്താവ് ഡിവോഴ്സ്ഡ് ആവുകയോ മരിക്കുകയോ എന്തോ വാട്ടെവർ എന്ത് ചെയ്താലും രണ്ടാമതൊരു കല്യാണത്തിനെ പറ്റി ചിന്തിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആദ്യം ജനിച്ച കൊച്ചിനെ എവിടെയെങ്കിലും കൊണ്ടാക്കുക. ഇല്ല, നിങ്ങൾക്ക് തന്നെ അവരെ വളർത്തണം എന്നുള്ള നിർബന്ധം ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ വേറെ കല്യാണം കഴിക്കാതിരിക്കുക. ഇനി എന്തൊക്കെ പറഞ്ഞാലും ഞാനും അറിഞ്ഞിടത്തോളം ഒരു 90% കുഞ്ഞുങ്ങളുടെ ജീവിതം നശിക്കുക തന്നെ ചെയ്യും. ഒരു 2 അച്ഛനോ 2 അമ്മയോ വീട്ടിൽ വന്ന് കയറിയ. ഇവിടെ സ്വന്തം അമ്മ തന്നെയാണ് കൊച്ചിനെ കൊലപാതകത്തിന് കൊടുത്തിരിക്കുന്നത്. അച്ഛന് കൊടുത്തിട്ടാണ് അമ്മ തമിഴ്നാട്ടിൽ ഡാൻസ് നൃത്തം ആടാൻ പോയിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു പച്ചയ്ക്ക് എനിക്ക് ചീത്ത വിളിക്കണം എന്നുണ്ട്. പക്ഷേ ചീത്ത വിളിക്കാൻ എനിക്ക് ഒരുപാട് വലിയ അറിവുകളൊന്നുമില്ല. എന്നാലും പച്ചയ്ക്ക് എനിക്ക് പല പേരുകളും വരുന്നുണ്ട്. പക്ഷേ എനിക്കത് സോഷ്യൽ മീഡിയയിൽ യൂസ് ചെയ്യുന്നതിന് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. ദയവ് ചെയ്ത് എനിക്ക് ഈ നിയമങ്ങളെ വിശ്വാസമില്ല. ഏത് കോടതിയിലും പറയും, എനിക്ക് ഒരു കോടതിയിലും പറയാൻ ഒരു പേടിയില്ല. ഒരു നിയമങ്ങളെ എനിക്ക് വിശ്വാസമില്ല. ചെറിയൊരു സിവിൽ കേസ് കൊടുത്താൽ പോലും 5, 6, 7, 8 വർഷം എടുക്കുന്ന ഈ നിയമം ഇങ്ങനെയുള്ള കൊലപാതകങ്ങൾക്കും 25 വർഷത്തിന് മേളിൽ എടുക്കാറുണ്ട്. അതിലൊന്നും എനിക്ക് ഒരു വിശ്വാസമില്ലാത്ത ഒരൊറ്റ ഒരു ഇതുണ്ടെങ്കിൽ നമ്മുടെ ഇന്ത്യൻ നിയമമാണ്. അമെന്റ്മെന്റ്സ് വരുത്തുക തന്നെ ചെയ്യണം. അല്ല ഒരിക്കലും ഉണ്ടാക്കി വെച്ച കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞിട്ട് അതിൽ ഒരു അമെന്റ്മെന്റ്സ് നടത്താതിരിക്കേണ്ട ആവശ്യമില്ല. പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ദിവസം കൂടി വരുമ്പോൾ പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് ഇത്രയ്ക്ക് വിലയില്ലേ? നമ്മുടെ നിയമത്തിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഈ സ്ത്രീ ഇവർ അനുഭവിച്ച ആ വേദനയ്ക്ക് അന്ന് പരമാവധി ശിക്ഷ ആ അഷ്കർ എന്ന് പറയുന്ന ആ കാലന് കിട്ടിയിരുന്നെങ്കിൽ ഇന്ന് ഈ കുഞ്ഞിന് ഈ ഒരു അപകടം ഉണ്ടാവില്ലായിരുന്നു. ഈ ഒരു അനുഭവം ഈ കൊച്ചു അനുഭവിക്കേണ്ടി വരത്തില്ലായിരുന്നു. അപ്പോൾ നമ്മുടെ ഈ കൊച്ചിന്റെ ഈ ഒരു മരണം എന്ന് പറയുന്നത് ഒരിക്കലും അവന്റെ അമ്മയോ ഈ 2 അച്ഛനോ അല്ല യഥാർത്ഥ കാരണക്കാർ. നമ്മുടെ നിയമം തന്നെയാണ്. നമ്മുടെ നിയമം അത് അനുസരിക്കേണ്ട പോലീസുകാർ, ഈ സമൂഹം, നമ്മൾ തന്നെയാണ് ആ കൊച്ചല്ല ഇതുപോലെയുള്ള മരണങ്ങൾക്ക് കാരണക്കാരെന്ന് പറയുന്നത് നമ്മുടെ നിയമങ്ങൾ തന്നെയാണ്. അതിലൊരു സംശയവും നമുക്ക് വേണ്ട. ഈ സാഹചര്യത്തിൽ നമ്മളെപ്പോലെയുള്ള സാധാരണ ജനങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഒരൊറ്റ കാര്യമേ ഉള്ളൂ, ആ കുഞ്ഞിനോട് മാപ്പ് യാചിക്കുക എന്നുള്ളത്. കുഞ്ഞെ മാപ്പ്.